നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ലോക ക്രിക്കറ്റിലെ വൻ ശക്തികളായ ന്യൂസിലൻഡിനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ തങ്ങളുടെ മൂന്നാം T20 ലോകകപ്പ് കിരീടം ഉയർത്തിയിരിക്കുന്നു. ഈ ആവേശകരമായ വിജയത്തിനു പിന്നാലെ BCCI ടീം ഇന്ത്യയ്ക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു സമ്മാനത്തുകയാണ്. അതെ, 131 കോടി രൂപ. 2024-ൽ രോഹിത് ശർമ്മയും സംഘവും കിരീടം നേടിയപ്പോൾ നൽകിയ 125 കോടിയേക്കാൾ വലിയ തുകയാണ് ഇത്തവണ സൂര്യകുമാർ യാദവിനും സംഘത്തിനുമായി BCCI മാറ്റിവച്ചിരിക്കുന്നത്. ഈ പണം ആർക്കൊക്കെ ലഭിക്കും? എങ്ങനെയാണ് ഇത് വിഭജിക്കുന്നത്? ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ സമ്മാനത്തുകയെക്കുറിച്ച് പറയുന്നതിനു മുൻപ് ഇന്ത്യയുടെ ആ വമ്പൻ വിജയത്തെക്കുറിച്ചൊന്ന് പറയണം. ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ കുറിച്ചത് T20 ലോകകപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ്, 2055 റൺസ്. സഞ്ജു സാംസണിന്റെയും അഭിഷേക് ശർമ്മയുടെയും ഇഷാൻ കിഷനിന്റെയും വെടിക്കെറ്റ് ബാറ്റിംഗ് ന്യൂസിലൻഡിനെ നിഷ്പ്രഭരാക്കി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കിവികളെ ജസ്പ്രീത് ബുംറയും അക്ഷർ പട്ടേലും ചേർന്ന് 159 റൺസിലൊതുക്കി. 96 റൺസിന്റെ ഈ കൂറ്റൻ വിജയം വെറുമൊരു കിരീടനേട്ടമല്ല, മറിച്ച് ലോക ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയാണ് ഈ 131 കോടി രൂപയുടെ വമ്പൻ സമ്മാനം പ്രഖ്യാപിച്ചത്. ഇത് ഇന്ത്യൻ കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാനത്തുകയാണ്. 2024-ൽ നൽകിയ 125 കോടി രൂപയിൽ നിന്ന് 6 കോടി രൂപയുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ തുക വർദ്ധിപ്പിച്ചത്? കാരണം വളരെ ലളിതമാണ്. ഇന്ത്യ ഇപ്പോൾ ലോക ക്രിക്കറ്റിലെ അജയ്യരായ രാജാക്കന്മാരാണ്. T20 ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറി. കൂടാതെ സ്വന്തം മണ്ണിൽ ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ രാജ്യമെന്ന ബഹുമതിയും ഇന്ത്യക്ക് സ്വന്തമായി. ഈ ചരിത്ര നേട്ടത്തിനുള്ള BCCIയുടെ വലിയൊരാദരവാണിത്. ഈ 131 കോടി രൂപ വെറുതെ കളിക്കാർക്ക് മാത്രമല്ല ലഭിക്കുന്നത്. ഇത് വിഭജിക്കുന്നത് വളരെ കൃത്യമായ രീതിയിലാണ്. കളിക്കാർ, സ്ക്വാഡിലുള്ള 15 കളിക്കാർക്കും വലിയൊരു തുക വീതം ലഭിക്കും. ഇതിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായ സഞ്ജു സാംസൺ അടക്കമുള്ളവർക്ക് അവരുടെ പ്രകടനത്തിനുള്ള പ്രത്യേക ബോണസുകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. കോച്ചിംഗ് സ്റ്റാഫ്, മുഖ്യപരിശീലകൻ ഗൗതം ഗംഭീർ, ബാറ്റിംഗ് കോച്ച്, ബൗളിംഗ് കോച്ച് എന്നിവർക്കും കോടികൾ പ്രതിഫലമായി ലഭിക്കും. സപ്പോർട്ട് സ്റ്റാഫ്, ടീമിനൊപ്പം പ്രവർത്തിച്ച ഫിസിയോകൾ, അനലിസ്റ്റുകൾ, മസാജ് ചെയ്യുന്നവർ തുടങ്ങി ഓരോ വ്യക്തിയുടെയും കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം BCCI ഉറപ്പാക്കുന്നു. സെലക്ടർമാർ, ടീമിനെ തിരഞ്ഞെടുത്ത സെലക്ഷൻ കമ്മിറ്റിക്കും ഇതിന്റെ ഒരു ഭാഗം ലഭിക്കും. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡാണ് BCCI എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ICC ജേതാക്കൾക്ക് നൽകുന്ന തുകയേക്കാൾ ഏകദേശം 5 ഇരട്ടി അധികമാണ് BCCI സ്വന്തം ടീമിനായി നൽകുന്നത്. ഇത് കളിക്കാർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പണത്തേക്കാളുപരിയായി രാജ്യം തങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്നു എന്ന തോന്നൽ ഓരോ താരത്തിനും വലിയ പ്രചോദനമാണ്. നമ്മുടെ സഞ്ജുവിനെക്കുറിച്ച് പറയാതെ ഈ വീഡിയോ പൂർത്തിയാക്കാൻ കഴിയില്ല. ടൂർണമെന്റിലുടനീളം 321 റൺസ് അടിച്ചുകൂട്ടിയ സഞ്ജു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനലിലെ ആ 89 റൺസ് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടെല്ലായിരുന്നു. കരിയറിൽ ഒരുപാട് അവഗണനകൾ നേരിട്ട സഞ്ജുവിന് കിരീടത്തോടൊപ്പം ഇത്രയും വലിയൊരു അംഗീകാരവും സമ്മാനത്തുകയും ലഭിക്കുന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. സുഹൃത്തുക്കളെ, BCCIയുടെ ഈ വലിയ പ്രഖ്യാപനത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? 131 എന്ന ഈ തുക നമ്മുടെ പോരാളികൾ അർഹിക്കുന്നതല്ലേ? ഇന്ത്യയുടെ ഈ ലോകകപ്പ് വിജയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷം ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഞ്ജു സാംസണിന്റെയും ടീം ഇന്ത്യയുടെയും ഈ വിജയഗാഥ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിശകലനങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.